ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വർലോകങ്ങൾ ഉള്ളതുപോലെ തന്നെ അധോലോകവും ഉണ്ടെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. ഇന്ന് ഈ ഒരു തിരുവചന സന്ദേശത്തിലൂടെ അധോലോകത്തിൻ്റെ 7 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നാം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. വിശുദ്ധ വേദപുസ്തകം പഠിച്ചപ്പോൾ ഇറങ്ങുക, കയറുക എന്ന് പറയുന്ന 2 പദങ്ങൾ, ഈ 2 പദങ്ങൾ സ്വർഗവും പാതാളവുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകണമെന്നില്ല. 2 സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവരികയാണ്. ഒന്ന്, യോസഫിൻ്റെ വേർപാടിൻ്റെ വാർത്തകൾ. അദ്ദേഹം മരണപ്പെട്ടില്ലായിരുന്നെങ്കിലും യോസഫ് മരിച്ചു, ഒരു ദുഷ്ടമൃഗം കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞ് ആ വസ്ത്രവും എടുത്തുകൊണ്ട് സഹോദരങ്ങൾ യാക്കോബിൻ്റെ അരികിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം തൻ്റെ വസ്ത്രം കീറി വേദനയോടെ ദുഃഖത്തോടെ പറയുന്നൊരു കാര്യമുണ്ട്. ആ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ പാതാളത്തിലേക്ക് ഇറങ്ങി അവനെ കാണും, അല്ലെങ്കിൽ അവൻ്റെ അടുക്കിലേക്ക് പോകും എന്നാണ്. പാതാളത്തിലേക്ക് ഞാൻ ഇറങ്ങും, അവൻ്റെ അടുക്കിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ പാതാളത്തിലേക്ക് ഇറങ്ങുന്നു എന്നൊരു പറയുന്ന ഒരു പദമാണ് നമ്മൾ അവിടെ കാണാനായിട്ട് പറ്റുന്നത്. മറ്റൊന്ന്, കോരഹ് പുത്രന്മാരുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഭൂമി വായ് പിളർന്ന് ജീവനോടെ പാതാളത്തിലേക്ക് അവരെ വിഴുങ്ങിക്കളഞ്ഞു എന്നുള്ളതാണ്. അതാണ് ഇറങ്ങുക എന്ന് പറയുന്ന ഒരു പദം. അപ്പോൾ പാതാളം, ഇറങ്ങുക എന്ന് പറയുന്ന ഒരു പദം. കയറി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കയറി, അല്ലെങ്കിൽ ഞാൻ ആ ഭാഗങ്ങൾ പിന്നീട് നിങ്ങളോട് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് പറയാം. ഞാൻ പറഞ്ഞിരുന്നല്ലോ 7 അധോലോക സ്ഥാനങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുമെന്നുള്ളത്. അതിൽ ഒന്നാമത്തേത് ശവകുടീരങ്ങളാണ്, അല്ലെങ്കിൽ മരിച്ചവരെ അടക്കം ചെയ്യുന്ന ശവകുടീരങ്ങളാണ്. നമുക്കറിയാം, ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുകയും അമൃത ശരീരത്തെ മണ്ണിൽ അടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ പൊടിയിൽ നിന്ന് എടുക്കപ്പെട്ടതിനാൽ പൊടിയിൽ തന്നെ തിരികെ ചേരും. ഒന്നാം പുനരുദ്ധാനത്തിൽ നീതിമാന്മാരുടെ ഉയർപ്പും 2ാം പുനരുദ്ധാനത്തിൽ ദുഷ്ടന്മാരുടെ ആ ഒരു ഉയർപ്പും നടക്കുന്നതുവരെ ഈ ശരീരങ്ങൾ പൊടിയിൽ സൂക്ഷിക്കപ്പെടുമെന്ന് നമ്മൾ ന്യായമായിട്ട് ചിന്തിക്കേണ്ടതായിട്ട് വരും. ഇതാണ് ശവകുടീരം എന്ന് പറയുന്നത്. 2ാമത്തേത് പറുദീസയാണ്. മരിച്ചുപോയ വിശുദ്ധന്മാർ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം വരെ വിശ്രമിച്ചിരുന്ന സ്ഥലമാണ് ഈ പാതാള പറുദീസ എന്ന് പറയുന്നത്. ഇതിനെ അബ്രഹാമിന്റെ മടി എന്നും പേർ വിളിച്ചിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 22, 23 വാക്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, ലാസർ അബ്രഹാം പിതാവിന്റെ മടിയിൽ വിശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിന് ശേഷം നടന്നൊരു കാര്യമെന്ന് പറയുന്നത്, കർത്താവ് ഇറങ്ങി ഈ പാതാള പറുദീസയിലുള്ള വിശുദ്ധന്മാരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരുത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17, 18 വാക്യങ്ങളിലാണ്. അവിടെ ഇറങ്ങി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതാണ് ഞാൻ ഈ വീഡിയോയുടെ ആരംഭത്തിൽ പറഞ്ഞത്. കയറി, ഇറങ്ങി തുടങ്ങിയ പദങ്ങൾക്ക് വളരെ പ്രാധാന്യതയുണ്ട്. ഇന്ന് പറുദീസ എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുകൂടെ മറയുക എന്നുള്ളത് തന്നെയാണ്. പാതാള പറുദീസ എന്നൊരു ഭാഗം ഇല്ല എന്ന് തന്നെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും. ഇനിയും ഇതിന് മറ്റൊരു തെളിവെന്ന് പറയുന്നത് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യമാണ്. ആ വാക്യത്തിൽ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നത് എനിക്ക് നല്ലതെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദൈവഭക്തന്മാരായി ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന വിശുദ്ധന്മാരെല്ലാവരും അവരുടെ മരണശേഷം അവർ ക്രിസ്തുവിൽ മറയുകയാണ്, വിശ്രമിക്കുകയാണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും. അടുത്തത് 3ാമത്തേത് യാതനാ സ്ഥലമാണ്. എന്താണ് ഈ യാതനാ സ്ഥലം എന്ന് പറയുന്നത്? ഈ ധനവാന്റെയും ലാസറിന്റെയും സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്, മരണപ്പെടുന്ന സകല ദുഷ്ടന്മാരും ചെന്നു ചേരുന്നത് ഈ യാതനാ സ്ഥലത്തേക്ക് തന്നെയാണ്. ലാസറിനെ നമുക്കവിടെ കാണാനായിട്ട് പറ്റും. ഇനിയും സംഭവിക്കുവാൻ പോകുന്ന വെള്ളസിംഹാസന ന്യായവിധി, ഏറ്റവും ഒടുവിലത്തെ ന്യായവിധിക്ക് മുന്നോടിയായി ഈ യാതനാസ്ഥലത്തുള്ള സകല ദുഷ്ടന്മാരും പുനരുദ്ധാനം അതെ പ്രാപിച്ച് അവിടേക്ക് ചെന്ന് നിന്ന് ദൈവിക ന്യായവിധിയും ശിക്ഷാവിധിയും ഏറ്റുവാങ്ങി അവരെ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും, അല്ലെങ്കിൽ അവരെ നിത്യദണ്ഡനത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. 4ാമത്തേത് പറുദീസയ്ക്കും അതുപോലെ തന്നെ ഈ യാതനാ സ്ഥലത്തിനും ഇടയിലുള്ള ഒരു വലിയ പിളർപ്പാണ്. ഈ ഒരു പിളർപ്പ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ധനവാനും ലാസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു സംഭവത്തോടനുബന്ധിച്ചാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. കാരണം ധനവാൻ ദാഹിച്ചപ്പോൾ
ഒരല്പം വെള്ളം കിട്ടുവാനായിട്ട് അബ്രഹാം പിതാവിനോട് അപേക്ഷിക്കുമ്പോൾ ഇവിടെയുള്ളവർക്ക് അങ്ങോട്ടും അവിടെയുള്ളവർക്ക് ഇങ്ങോട്ടും വരാനായിട്ട് പറ്റാതെ വണ്ണം ഒരു വലിയ പിളർപ്പുള്ളതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പിളർപ്പിനെ കുറിച്ച് ചിലർ പറയുന്നത് ഇതൊരു കുട്ടി നരകമാണെന്നും ഈ കുട്ടി നരകത്തിൽ നിന്ന് ക്രമേണ സ്വർഗത്തിലേക്ക് കയറ്റി വിടാമെന്നും ഒക്കെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വേദപുസ്തകത്തിന്റെ അകത്ത് മരണാനന്തരം ഒരു വ്യക്തിക്കും രക്ഷ ലഭിക്കുന്നതായി പറഞ്ഞിട്ടില്ല. ഒരുവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ എഴുന്നേറ്റ് വരുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു പിളർപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവിടേക്ക് പോയാൽ, ഒരു ടെമ്പററി ആയിട്ടുള്ള നരകത്തിലേക്ക് പോയാൽ പിന്നീട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് സ്വർഗത്തിലേക്ക് കയറി പോകാമെന്നുള്ള ധാരണ തെറ്റാണ്. ഇതാണ് 4ാമത്തെ സ്ഥലം എന്ന് പറയുന്നത്. 5ാമത്തേത് അന്ധകാര സ്ഥലമാണ്. എന്താണ് ഈ അന്ധകാര സ്ഥലം എന്ന് പറയുന്നത്? ഏതാണ് ഈ സ്ഥലം? പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ന്യായവിധിക്കായി അന്ധകാരത്തിന്റെ ചങ്ങലയിട്ട് സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. 2 പത്രോസ് 2:4, യൂദായുടെ ലേഖനം, ഈ സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ ഒരു അന്ധകാര സ്ഥലത്തെക്കുറിച്ച് കാണുന്നത്. എന്തുകൊണ്ടാണ് അവരെ അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കൊരു പക്ഷെ ചിന്തിക്കേണ്ടതായിട്ട് വരും. ഈ എല്ലാ ഈ പാപം ചെയ്ത ദൂതന്മാരുടെയും പ്രവർത്തികൾ ഒരുപോലെയല്ല. ചിലര് ഒരുപാട് ദുഷ്ടത പ്രവർത്തിക്കുന്ന ദൂതന്മാരുണ്ട്. അവരെ തുറന്നു വിട്ടാൽ ഒരുപക്ഷെ എന്താ പറയുന്നത്, ദുഷ്ടതയുടെ ആധിക്യം വലുതാകുമെന്ന് ചിന്തിച്ചിട്ടായിരിക്കും അവരെ ചങ്ങലയിട്ട് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. 6ാമത്തേത് അഗാധ കൂപമാണ്. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ അഗാധ കൂപത്തിന്റെ വാതിൽ തുറക്കുമ്പോഴാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇത്തരത്തിലുള്ള ചില ദുഷ്ടാത്മാക്കൾ പുറത്തു വരുന്നു എന്നുള്ളത്. സാത്താനെ 1000 ആണ്ടേക്ക് ഈ അഗാധ കൂപത്തിൽ അടച്ചിടുമെന്നുള്ളത് വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായി നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും ഒരു അധോലോകത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ ന്യായമായി ചിന്തിക്കേണ്ടതായിട്ട് വരും. 7ാമത്തേത് തീപ്പൊയ്കയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഈ തീപ്പൊയ്കയെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. സാത്താനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിട്ടുള്ളതാണ് ഈ തീപ്പൊയ്ക എന്ന് പറയുന്നത്. എന്നാൽ ഈ തീപ്പൊയ്കയിൽ സാത്താനും അവന്റെ ദൂതന്മാരും മാത്രമല്ല, ജീവിച്ചിരിക്കുമ്പോൾ ദുഷ്ടത ഇഷ്ടപ്പെട്ട് ദൈവവചനം അനുസരിക്കാതെ, ദൈവകൽപ്പനകൾ അനുസരിക്കാതെ, സ്വന്തം ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് ജീവിച്ച സകല മനുഷ്യരും ഈ പറയുന്ന തീപ്പൊയ്കയിലേക്ക് എത്തിച്ചേരുമെന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുക. 7 കാര്യങ്ങളാണല്ലോ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഇന്ന് ഈ ഒരു സന്ദേശത്തിലൂടെ നാം ചിന്തിച്ച അധോലോകത്തിന്റെ 7 ഭാഗങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് പറയുകയാണ്. അതിലൊന്ന് ശവകുടീരമാണ്, 2ാമത്തേത് പറുദീസയാണ്, 3ാമത്തേത് യാതനാസ്ഥലം, 4ാമത്തേത് യാതനാസ്ഥലത്തിനും ആ പാതാള പറുദീസയ്ക്കും ഇടയിലുണ്ടായിരുന്ന പിളർപ്പ്, 5ാമത്തേത് അന്ധകാരസ്ഥലം, 6ാമത്തേത് അഗാധകൂപം, ഏറ്റവും ഒടുവിൽ തീപ്പൊയ്ക. കർത്താവ് നമ്മളേവരെയും സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകത്തിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം. ഗോഡ് ബ്ലെസ് യു.